നൈസ് കാർ. ഐ നോ. ബാംഗ്ലൂരിൽ നിന്ന് ചെയ്തതാ. റീഡിസൈനിങ് മാത്രം 3 lakhs ആയി. പവറൊക്കെ കൂട്ടി. ആണുങ്ങൾക്ക് പോലും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഇത്തിരി ബുദ്ധിമുട്ടാ. You know, driving is in my blood. അവനല്ലേ റോങ് സൈഡിൽ വന്ന്. ഇവിടുത്തെ ഡ്രൈവിംഗ് കൾച്ചർ ശരിയല്ല. യുനോ, ഒരാളുടെ സ്വഭാവം അറിയണമെങ്കിൽ അയാളുടെ ഡ്രൈവിംഗ് നോക്കിയാ മതി. ഏ, സീറ്റ് ബെൽറ്റ് ഇട്. സോറി. സോ ഡ്രൈവിംഗ് അറിയില്ലല്ലേ? കണ്ടാൽ അറിയാം. 1 minute. പ്രിയ, എടി ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ? ടിക്കറ്റ് കിട്ടിയില്ലേ? ടിക്കറ്റ് ഒക്കെ കിട്ടി, പക്ഷെ അതല്ല. പിന്നെ ഇന്ന് വീട്ടിൽ ആരും ഇല്ല. അതുകൊണ്ട് എല്ലാരും നാട്ടിൽ പോയി. നാളെ വരൂ. കുറച്ച് കഴിഞ്ഞിട്ട് സാം ഇങ്ങോട്ട് വരാന്നാ പറഞ്ഞത്. ഹലോ പ്രിയ, 1 minute. ഹലോ. ഓക്കെ. എടി, നീ പറയാൻ പോകുന്ന എന്താന്ന് എനിക്കറിയാം. കാര്യം ഞാൻ ലാസ്റ്റ് വീക്ക് അവനുമായി ബ്രേക്കപ്പ് ആയി. എന്നാലും വീട്ടിലാരും ഇല്ലാത്ത സ്ഥിതിക്ക് പിന്നെ അവൻ സോറി ഒക്കെ പറഞ്ഞപ്പം ഓക്കെ, ഞാൻ പിന്നെ വിളിക്കാം. നീ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കില്ല കേട്ടോ. ശരി, പിന്നെ വിളിക്കാം. സിനിമയ്ക്ക് നമുക്ക് നാളെ പോവാട്ടോ. ബൈ. Bye. Bye. See you. What? Yeah. What? ദിയ ഇപ്പിങ്ങെത്തും. താൻ പോയിക്കോ. എടോ, എനിക്ക് കുറച്ച് തിരക്കായതുകൊണ്ടാ. താനൊന്നും വിചാരിക്കല്ലേ. താൻ പോയിക്കോ, കുഴപ്പമില്ല. ഐ വിൽ മാനേജ്. ഷുവർ. ഒരു മിനിറ്റ്. എടോ, താൻ ഈ ബാഗ് ഒന്ന് കയ്യിൽ വെക്കണം. എൻ്റെ കുറച്ച് പഴയ കേസ് ഫയൽസാ. ഞാൻ ചെന്നൈയിൽ നിന്ന് വന്നിട്ട് എടുത്തോളാം. എന്തേ? ഇനി ഓഫീസിൽ കയറി എൻ്റെ ഫ്ലൈറ്റ് മിസ്സാവും. ഏതാടോ ചെന്നൈയിലെ കേസ്? ആ സിനിമാ നടിയുടെ ഡൈവേഴ്സ് കേസ്. നാളെ അപ്പിയർ ചെയ്യണം. വന്നല്ലോ. ഹായ് അങ്കിൾ. ഹായ്. പോയി വന്നിട്ട് കാണാം. ഫ്ലൈറ്റ് ടൈം ആയി. ഓക്കെ, കാണാം. പോവാ. പോവാം. ഇവിടെ വേറെ ആർക്കും ബിസിനസ് ചെയ്യണ്ടേ? എല്ലാം അവൻ മാത്രം തീരുമാനിച്ചാൽ മതിയാ? ഞങ്ങളുടെ അപ്പന്മാർ ഒരുമിച്ച് നടത്തിയ ബിസിനസ്സാ. അവനുള്ളതും എനിക്കുള്ളതും വെവ്വേറെ എഴുത്താന്നല്ലേ. പിന്നെ ഗുണ്ടായിസം കാണിച്ച് എല്ലാം ഒറ്റയ്ക്ക് അങ്ങ് ഒലത്താന്ന് കരുതിയാ അത് നടക്കില്ല. ഡിസ്റ്റിലറിയാണ് എനിക്ക് ആകെ ലാഭമുള്ള ഒരു ബിസിനസ്. അതവൻ എഴുതി കൊടുക്കുന്ന പോയിട്ട് ഒരു ഷെയർ പോലും ഞാൻ അവന് കൊടുക്കില്ല. സേവ് മിസ്റ്റർ മാർട്ടിൻ, ഇതൊന്നും എന്നോട് പറയേണ്ട കാര്യങ്ങളല്ല. ഐ ആം ഓൺലി ഈസ് ലോയർ. എന്നോട് മാറിന പേപ്പർ കാണിക്കാൻ പറഞ്ഞു, സൈൻ ചെയ്ത് മേടിക്കാൻ പറഞ്ഞു. ദാറ്റ്സ് ഓൾ. ബാക്കിയൊക്കെ നിങ്ങൾ തമ്മിലായിരിക്കും. എനിക്ക് ആരോട് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. യു ക്യാൻ ഗോ നൗ. ഓക്കെ മാർട്ടിൻ, നിങ്ങൾ നേരിട്ട് എഡ്ഗറുമായി സംസാരിക്കുക. എന്നിട്ട് ഞാൻ വരാം. ഓ, അപ്പോൾ വക്കീലിന് ഉറപ്പാണ് ഞാൻ ഒപ്പിടുന്നു? അത് നടക്കില്ല. ഓക്കെ, സീ യു മാർട്ടിൻ. എഡ്ഗർ, അവൻ സൈൻ ചെയ്യില്ല എന്നാ പറയണത്. ഹി ഈസ് വെരി അഡ്വാൻസ്. വണ്ടി എടുക്കണം. ആ പോയല്ലേ.
പുതിയ ഷെഫാണല്ലേ? ഗെറ്റ് മീ എ കോഫി. ആഹാ, നീ നോവലൊക്കെ വായിക്കാൻ തുടങ്ങിയോ മാർട്ടി? ഞാൻ സൈൻ ചെയ്യില്ല എഡ്ഗർ. മാർട്ടി, ലെറ്റ് മീ ടോക്ക് ടു യു. ഞാൻ ആദ്യം പറയട്ടെ, നീ ആ എഗ്രിമെന്റ് വായിച്ചു. നീ വായിക്ക്, നിനക്കും ഗുണമുള്ള കാര്യം. ഐ ഗിവ് യു 20% പ്രോഫിറ്റ്. എനിക്ക് 80% മതി. കോമഡിയാണ്. ഇതാണ് ഞാൻ സീരിയസ് ആയിട്ടാണോ കോമഡിക്കാണോ എന്ന് പലപ്പോഴും പലർക്കും മനസ്സിലാവാറില്ല. സൈഡ് പാട്ട്, എനിക്ക് പോയിട്ട് ഒരുപാട് ജോലിയുണ്ട്. തിരക്കാണോ? നീ ആദ്യം കാപ്പി കുടിക്ക്. ആയുധത്തിന്റെ മൂർച്ചയിലല്ല കാര്യം. അതുപയോഗിക്കുന്ന രീതിയിലാണ്. ചങ്കൂറ്റുള്ള ഒരുത്തനുള്ളിലോടാ മാർട്ടി ഇതിന്റെ കൂടെ. ഇനി എഡ്ഗറിനുള്ളത് എഡ്ഗറിന്, മാർട്ടിക്കുള്ളത് എഡ്ഗറിന്. വക്കീൽ വരും.